പല വണ്ടികളും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അംബാസഡർ എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്, എൻ്റെ മക്കളെപ്പോലെ കൊണ്ടു നടക്കുന്ന സാധനമാണ്. ഇപ്പോഴും എൻ്റെ കയ്യിൽ അംബാസഡറുണ്ട്. ഏകദേശം ഒരു 40-50 വണ്ടിയോളം ഞാൻ ഇതും അംബാസഡർ, ഇതും അംബാസഡർ. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം അറിയണ്ടേ? വെലോസിറ്റിയിലേക്ക് സ്വാഗതം. അരനൂറ്റാണ്ടിലേറെയായി അംബാസഡർ കാർ ഉപയോഗിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇദ്ദേഹമാണ് മത്തായി ചേട്ടൻ, കോരപ്പള്ളിയിൽ മത്തായി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം പിറവം നഗരത്തിൽ 30-ൽ പരം അംബാസഡർ കാർ ഉപയോഗിച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് ആദ്യമായി ഇവിടെ അംബാസഡർ കാർ ടാക്സി ഇറക്കിയത്. നമസ്കാരം. നമസ്കാരം. 1966 എൻ്റെ പിതാവ് ആദ്യമായിട്ടാണ് അംബാസഡർ വാങ്ങിച്ച് പിറവം സ്റ്റാൻഡിൽ ടാക്സി ആയിട്ട് ഓടുന്നത്. KLR 5011 എന്ന് പറയുന്ന അംബാസഡറാണ് ആദ്യം വാങ്ങിച്ചത്. 1962 മോഡൽ അംബാസഡറായിരുന്നു. ആ അംബാസഡറിനെ പറ്റി പറഞ്ഞാൽ അത് ആദ്യം ഇറങ്ങിയ മോഡലിൽ ആ പഴയ ഗ്രില്ല് വെച്ച അംബാസഡർ, അതിന് ബാക്കിൽ ഇലക്ട്രിക് പമ്പായിരുന്നു. ആ പമ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഡിക്കിക്കകത്ത് ഡിക്കിയുടെ വലതുവശം സ്റ്റെപ്പിനോട് ചേർന്ന് ആണ് ആ പമ്പ് ഫിറ്റ് ചെയ്തിരുന്നത്. അത് നമ്മൾ സ്വിച്ചിടുമ്പോൾ ഇലക്ട്രിക് ആയിട്ട് ടക്ക് ടക്കെന്ന് അടിച്ചുകൊണ്ടിരിക്കും. ആ പമ്പിന് മിക്കവാറുമൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു ആ പമ്പ്. പിന്നെ വേറെ വണ്ടിയെപ്പറ്റി പറഞ്ഞാൽ വണ്ടിക്ക് വേറെ യാതൊരു കുഴപ്പങ്ങളും ഇല്ലാത്ത വണ്ടിയായിരുന്നു. വളരെ കാലം ആ വണ്ടി ഞങ്ങൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലാൻഡ്മാസ്റ്റർ കാർ എടുക്കുന്നത്. ലാൻഡ്മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അംബാസഡറിൻ്റെ ആദ്യത്തെ മോഡലാണ് ലാൻഡ്മാസ്റ്റർ. 1955 ഇറങ്ങിയ വണ്ടിയാണ്. ഞങ്ങളെടുക്കുന്നത് KLR 2924 എന്ന് പറഞ്ഞ ലാൻഡ്മാസ്റ്റർ കാറാണ്. ആ കാറ് സർക്കാരിൽ നിന്ന് ലേലം ചെയ്തൊരു വണ്ടിയായിരുന്നു. അത് ഞങ്ങൾ വളരെ കാലം ഉപയോഗിച്ചു. അതിനും വലിയ കംപ്ലയിൻറ്റ്. അതിനും ഈ പമ്പ് ഇതുപോലത്തെ പമ്പായിരുന്നു. അതിൻ്റെ സൈഡ് വാൽവ് എഞ്ചിനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എടുത്ത വണ്ടികൾ, പിന്നെ 69-ലാണ് ഞാൻ അംബാസഡറുമായിട്ട് പിറവം സ്റ്റാൻഡിൽ വരുന്നത്. 69 എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ അംബാസഡർ വാങ്ങിച്ചു. അത് 27,000 രൂപയ്ക്ക് അന്ന് വാങ്ങിച്ചതാണ്. ആ വണ്ടി കംപ്ലീറ്റ് എനിക്ക് CC ആയിട്ട് എടുത്തു തന്നാൽ ഞാനത് മാസം 500 രൂപ വെച്ച് ഓടി അടച്ച് തീർക്കുമായിരുന്നു. KLD 8699 69 മോഡൽ അംബാസഡറായിരുന്നു. 1969 മോഡൽ ഞാൻ അംബാസഡർ ഓടിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ പല വണ്ടികളും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അംബാസഡർ എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്, എൻ്റെ മക്കളെപ്പോലെ കൊണ്ടു നടക്കുന്ന സാധനമാണ്. ഇപ്പോഴും എൻ്റെ കയ്യിൽ അംബാസഡറുണ്ട്. ഏകദേശം ഒരു 40-50 വണ്ടിയോളം ഞാൻ മേടിക്കുക, കുറച്ച് നാൾ ഉപയോഗിക്കുക, അടുത്ത് കഴിഞ്ഞ് വിൽക്കുക, അങ്ങനെ കൊണ്ടു നടത്തുന്ന വണ്ടികളാണ്. ആദ്യകാലത്ത് ടാക്സിക്കൊക്കെ മഞ്ഞ പെയിൻറ്റും കറുത്ത പെയിൻറ്റുമായിരുന്നു. അന്ന് നമ്മൾ സ്റ്റാൻഡിൽ കിടന്ന് ഓടിക്കണം. ഏകദേശം ഞാൻ ഉപയോഗിച്ച വണ്ടികളുടെ ഏകദേശം നമ്പർ പറയാൻ വേണമെങ്കിൽ KLR 5011 ആദ്യം നമ്മൾ ഉപയോഗിച്ച വണ്ടി. അത് കഴിഞ്ഞ് KLR 2924 ലാൻഡ്മാസ്റ്റർ, പിന്നെ KLD 8699, KLD 9246, പിന്നെ KLK 6326, KLA 1801, KL6 5032, KRO 5600, KLF 1152, KLF 5361, KEF 5361, KRO 1759, KL7J 4878, KL40, KL40A 72, KL7L 6757, KRK 625248, KL7AE 801, KL7AC 9595, KEK 9151, KEH 4374, KLL 8717, KL7AQ 7744, KRO 556, KRK 8138, KL7 838, KDE 5011, KEV 1492, KL1 2300, KL4 8038, KRE 9238,
ഇത്രയും വണ്ടികൾ ഏകദേശം എനിക്ക് ഓർമ്മയിലുള്ള വണ്ടികളാണ്. ബാക്കി കുറേ വണ്ടികളുണ്ട്, അതിൻ്റെ നമ്പർ ഓർമ്മയില്ല. ഇത്രയും വണ്ടികൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യിൽ അംബാസഡർ ഉണ്ട്. 2004 മോഡൽ അംബാസഡർ എൻ്റെ കയ്യിലുണ്ട്. KL7AQ 7744. ലാൻഡ്മാസ്റ്റർ കാറിൻ്റെ അകത്തെ കാര്യത്തെ പറ്റി പറയാം. അകത്ത് നമ്മുടെ ഈ അംബാസഡറിൻ്റെ പോലത്തെ ഡാഷ് ഇല്ലായിരുന്നു. അത് ഇങ്ങനെ അംബാസഡറിൻ്റെ ഡാഷ് ഊരിയെടുക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞൊരു സൈസ് ഡാഷായിരുന്നു ആദ്യം. എന്നിട്ട് അതിൻ്റെ അടിയിൽ 2 മീറ്റർ വലിയ 2 മീറ്ററായിരുന്നു. അതുപോലെ സ്റ്റിയറിങ് സാധാരണ സ്റ്റിയറിങ് പോലത്തെ ഇപ്പോഴത്തെ അംബാസഡറിൻ്റെ സ്റ്റിയറിങ് പോലത്തെ സ്റ്റിയറിങ് ആയിട്ട് അതിൻ്റെ അകത്ത് റിങ്ങായിട്ടായിരുന്നു. ആ സ്റ്റിയറിങ് ഇച്ചിരി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ മലിച്ചുള്ളതായിരുന്നു. ബെഞ്ച് സീറ്റായിരുന്നു. ബക്കറ്റ് സീറ്റല്ല, ബെഞ്ച് സീറ്റായിരുന്നു. പിന്നെ ലാൻഡ്മാസ്റ്ററെ പറ്റി അറിയാമല്ലോ. ബാഗ് അംബാസഡറിൻ്റെ പോലെ ഉരുണ്ട് ബാക്കും ഫ്രണ്ടിലെ ബോണറ്റിനായാലും നമ്മുടെ ഇതുപോലത്തെ ഉള്ള വെട്ടൊന്നും ഇല്ലായിരുന്നു. അതുപോലത്തെ ആയിരുന്നു ലാൻഡ്മാസ്റ്റർ. പിന്നെ അത് കഴിഞ്ഞ് അംബാസഡർ ഇറങ്ങി. 58 മുതൽ അംബാസഡർ ഇറങ്ങി. ആദ്യം ഇറങ്ങിയ അംബാസഡർ സൈഡ് വാൽവ് എഞ്ചിനായിരുന്നു. അതിൻ്റെ ബമ്പറൊക്കെ നമ്മുടെ ലാൻഡ്മാസ്റ്ററിൻ്റെ ബമ്പർ പോലത്തെ ഇങ്ങനെ ഒരു ചെറിയ ഓവൽ ഷേപ്പ് ബമ്പറായിരുന്നു. അതിൻ്റെ മീറ്റർ കാണാനും ഇതുപോലത്തെ 2 വലിയ മീറ്ററും സ്റ്റിയറിംഗ് വ്യത്യാസം വന്നതിൻ്റെ സ്റ്റിയറിംഗ് നമ്മുടെ പഴയ അംബാസഡറിൻ്റെ മോഡൽ സ്റ്റിയറിംഗ് വന്നു. അതിൽ ഓൺറിങ്ങുമായിട്ട് വന്നു. പിന്നെ അതിൻ്റെ സെൽഫ് ഇങ്ങനെ നമ്മൾ ഈ എൻജിൻ സ്വിച്ച് ഇടുമ്പം അതിൻ്റെ കൂടെ തന്നെയാണ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്. അതുപോലെ വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നായിരുന്നു. ഓഫ് ചെയ്യണമെന്ന് സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈ 2 വലിയ മീറ്റർ അതിനകത്തൊരു ക്ലോക്കും ഉണ്ടായിരുന്നു. സെൻറ്ററിൽ ഒരു ക്ലോക്കും ഉണ്ടായിരുന്നു. അത് മൈലോമീറ്ററായിരുന്നു. ഇപ്പോഴത്തെ എല്ലാം കിലോമീറ്ററാണല്ലോ. അന്ന് മൈലോമീറ്ററായിരുന്നു. അതിൻ്റെ ബെഞ്ച് സീറ്റായിരുന്നു. മറ്റേ ബക്കറ്റ് സീറ്റൊന്നും അന്ന് അക്കാലത്തൊന്നും പറഞ്ഞില്ല. അതുപോലെ ഹാൻഡ് ഗിയർ. ചേട്ടാ, അപ്പം ഈ Mark 2 ഇറങ്ങിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് Mark 2 വന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? Mark 2 1963 ഇറങ്ങുന്നത്. Mark 2 ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഗ്രില്ല് വ്യത്യാസം ഉണ്ടായിരുന്നു. ഫ്രണ്ടിലെ ഗ്രില്ല് വ്യത്യാസം ഉണ്ടായിരുന്നു. പഴയ അംബാസഡറിൻ്റെ പോലത്തെ അല്ല, ഗ്രില്ല് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഡാഷിൽ മീറ്ററിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. കിലോമീറ്റർ ആയിട്ട് ഇറങ്ങി. ആ 1 കിലോമീറ്ററിൻ്റെ മീറ്ററും പിന്നെ ഓയിൽ മീറ്റർ, ആംബിയർ മീറ്റർ, ഫ്യൂൽ മീറ്റർ. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ 3 ലൈറ്റും ഉണ്ടായിരുന്നു. 3 ചെറിയ റൗണ്ടിലായിട്ട് 3 ലൈറ്റുകളും. അതുപോലെ ഡിം സ്വിച്ച് താഴെ ചവിട്ടി ഡിമ്മാക്കണമായിരുന്നു. ബമ്പർ ഗാർഡിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ബമ്പർ ഗാർഡ് വ്യത്യാസം ഉണ്ടായിരുന്നു. Mark 1 പോലത്തെ അല്ല, Mark 2 ബമ്പർ ഗാർഡ് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലെ പാർക്ക് ലൈറ്റ് ഇങ്ങനെ ഗ്രില്ലിനോട് കൂടി ചേർന്ന് റൗണ്ടായിട്ട് നീളത്തിൽ ഉള്ള ലൈറ്റായിരുന്നു ഇതിൻ്റെ. അതുപോലെ ലൈറ്റ് ബാക്കി വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനി Mark 3 പറ്റി പറയാം. Mark 3 വന്നപ്പോൾ ഈ ഗ്രില്ല് ഇതൊരു Mark 3 വണ്ടിയാണ്. ഇതിൻ്റെ ഈ ഗ്രില്ല് മാറിയിട്ടുണ്ട്. Mark 3യുടെ ഗ്രില്ല് ഈ ടൈപ്പ് ഗ്രില്ലാണ് വന്നേക്കുന്നത്. അതുപോലെ ഹെഡ് ലൈറ്റിങ് മാറി. ഹെഡ് ലൈറ്റിങ് ചെറുതായി, മറ്റേ ചൂട് വലുതായിരുന്നു, ചെറുതാക്കി. അതുപോലെ ഈ മോണോഗ്രാമിന് വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് പഴയ മോഡൽ ആണ്. ഇതിൻ്റെ Mark 2ൻ്റെ മോണോഗ്രാമാണ്. പക്ഷേ ഇതിൻ്റെ മോണോഗ്രാമിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ ബമ്പറും സ്വല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. ബമ്പർ ഈ മറ്റേ 62 മോഡലിൻ്റെ Mark 2ൻ്റെ ബമ്പർ ഇതുപോലത്തെ അല്ലായിരുന്നു. ഇച്ചിരി താഴ്ന്ന സൈസായിരുന്നു. മൺകാട് ഇച്ചിരി താഴ്ന്ന മോഡലായിരുന്നു. ഇത് ഇച്ചിരി മറ്റേ മോഡലാക്കിയിട്ടുണ്ട്. അതുപോലെ വൈപ്പർ ഇപ്പോൾ ഇത് പുതിയ മോഡലാക്കിയേക്കണ വേണ്ടിയാണ്. പിന്നെ അകത്തെ ഡാഷുണ്ട്. ഡാഷിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ഡാഷ് ഈ ഇങ്ങനെ അത് ഡാഷിനകത്ത് ഒരു വലിയ മീറ്ററും പിന്നെ 2 ചെറിയ മീറ്ററും, അതുപോലെ നീളത്തിലൊരു ചെറിയ ലൈറ്റുമായിരുന്നു. അതുപോലെ വല പോലെ കറുത്തൊരു വലയായിരുന്നു. അതാണ് Mark 3ക്ക് വ്യത്യാസം. പിന്നെ ബാക്കിലെ ലൈറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. Mark 3യുടെ ലൈറ്റ് കണ്ടോ, ഇതുപോലത്തെ ലൈറ്റാണ് വന്നത് Mark 3ക്ക് വന്നത്. അംബാസഡർ Mark 2ൻ്റെ ലൈറ്റ് വേറെ ടൈപ്പായിരുന്നു. അതുപോലെ ഇവിടെ അംബാസഡർ എന്നുണ്ടായിരുന്നു. ഇപ്പോൾ Mark 3 ആയപ്പോൾ ആ അംബാസഡർ എടുത്ത് കളഞ്ഞു, ലൈറ്റും മാറി. 72 മുതൽ ഇറങ്ങിയ അംബാസഡറിൻ്റെ കാർബേറ്ററിന് ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സോളക്സ് കാർബേറ്റർ ഇറങ്ങി. അതുപോലെ അതിൻ്റെ എയർ ക്ലീനറും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ മൈലേജ് കൂടുതലിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി. ആദ്യം ഇറങ്ങിയ വണ്ടിക്ക് ഒരു സൈസ് കുപ്പി പോലത്തെ ഒരു സൈസ് കാർബേറ്റർ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, കുപ്പി പോലത്തെ സൈസ് കാർബേറ്ററായിരുന്നു. അപ്പോൾ അതിന് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ സോളക്സിൻ്റെ ഇറങ്ങിയത്. അതുപോലെ ഈ അംബാസഡർ ആദ്യം ഇറങ്ങിയ കാലത്ത് മുഴുവൻ കറുത്ത വണ്ടികളായിരുന്നു. കറുപ്പ് പെയിൻ്റ് ഉണ്ടായിരുന്നുള്ളൂ, വേറെ അതിനകത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ പിന്നെ Mark 3 ഇറങ്ങിയ പിന്നെയാണ് ഇതിൻ്റെ കളറുകളൊക്കെ മാറി തുടങ്ങി. പച്ച വന്നു, സ്റ്റീൽ ഗ്രേ വന്നു, പിന്നെ വൈറ്റ് വന്നു, പല കളർ ഇറങ്ങിയത് Mark 3 ആയ പിന്നെ.
അതിന് മുമ്പൊക്കെ കറുത്ത വണ്ടികളാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മാർക്ക് ഫോർ ഇറങ്ങുന്നത്. മാർക്ക് ഫോർ ഇറങ്ങിയപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ഗ്രില്ല് വ്യത്യാസം ഉണ്ടായിരുന്നു, ബമ്പർ വ്യത്യാസം ഉണ്ടായിരുന്നു, ഫ്രണ്ടിലെ മൺഗാർഡ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് അതിനകത്ത് 5 ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു ബമ്പറിൻ്റെ. അതുപോലെ സെൻറ്ററിൽ ആദ്യം ഇറങ്ങിയ മാർക്ക് ഫോറിന് ബമ്പറിൻ്റെ സെൻട്രൽ പീസില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വർഷം മറ്റേ കഴിഞ്ഞാണ് പിന്നെ സെൻട്രൽ പീസ് വരുന്നത്. അതുപോലെ ബമ്പറിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ലൈറ്റ് 2 ഇൻഡിക്കേറ്റർ ലൈറ്റ് 2 മഞ്ഞ ലൈറ്റ് 2 ബമ്പറിൻ്റെ അടിയിലായിരുന്നു. അതുപോലെ അതിൻ്റെ മുകളിൽ ഈ പാർക്ക് ലൈറ്റായിട്ട് ചതുരത്തിൽ പാർക്ക് ലൈറ്റായിരുന്നു ഹെഡ് ലൈറ്റിൻ്റെ അടിയിൽ. അതുപോലെ അതിൻ്റെ സ്റ്റീറിംഗ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഹാൻഡ് ഗിയർ തന്നെയാണ് വന്നിരുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും മാർക്ക് ഫോറിന് വന്നില്ല. ഫ്രണ്ടിലെ ഗ്രില്ല് ഇങ്ങനെ കളം പോലത്തെ ഗ്രില്ലായിരുന്നു. അത്രയാണ് മാർക്ക് ഫോർ ആദ്യം ഇറങ്ങുന്നത്. പിന്നെ ഈ മാർക്ക് ഫോർ ഇറങ്ങിയ സമയത്ത് 83-ൽ ചില വണ്ടികൾ, കുറച്ച് എഡീഷൻ വണ്ടികൾ മാത്രം പ്ലാറ്റ്ഫോം ഗിയർ വന്നു. പക്ഷേ ആ വണ്ടി ആൾക്കാർക്ക് ആദ്യം വേണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ആ വണ്ടി അങ്ങനെ വണ്ടികൾ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ 1980-ലാണ് ഡീസൽ എഞ്ചിൻ വെച്ച് അംബാസഡർ ഇറങ്ങണേ. ഇന്ത്യയിൽ ഇറങ്ങുന്ന വണ്ടിയിൽ ഈ ഡീസൽ എഞ്ചിൻ വെച്ച് BMC എഞ്ചിൻ വെച്ച് ഇറങ്ങുന്ന വണ്ടിയാണ് അംബാസഡർ. അതിന് നല്ല മൈലേജ് ഉണ്ടായിരുന്നു, 14-15 കിലോമീറ്റർ കിട്ടുമായിരുന്നു. BMC എഞ്ചിനായിരുന്നു വെച്ചിറങ്ങിയത്. പിന്നെ 89-ൽ മാർക്ക് ഫോർ ഡീലക്സ് എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങി. അതിൻ്റെ ഗ്രില്ല് വ്യത്യാസം ഉണ്ടായിരുന്നു. 89-90-ലാണ് ഡീലക്സ് ഇറങ്ങിയത്. ആ 2 വർഷം ഇറങ്ങിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞത് നോവയാണ്. നോവയെപ്പറ്റി പറഞ്ഞാൽ ആദ്യം അതിൻ്റെ സസ്പെൻഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു. നോവയ്ക്ക് എന്നും കംപ്ലൈൻ്റ് ആയിരുന്നു. സസ്പെൻഷൻ അതിൻ്റെ ബോൾ ടൈപ്പ് സസ്പെൻഷനായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് ഓടുമ്പോഴേക്കും സസ്പെൻഷൻ ഒടിഞ്ഞു പോകുമായിരുന്നു. അത് പിന്നെ കുറേ കഴിഞ്ഞപ്പം അത് ഇവിടെ വരുന്ന വണ്ടികളെല്ലാം നമ്മളത് സസ്പെൻഷൻ മാറ്റി നമ്മുടെ ഈ സാധാരണ സസ്പെൻഷൻ വയ്ക്കുമായിരുന്നു. പിന്നെ അത് കമ്പനിക്കാരൻ കുറേ തിരിച്ച് വിളിച്ച് കുറേ വണ്ടികൾ മാറ്റിത്തന്നു, സസ്പെൻഷൻ മാറ്റിത്തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയ വണ്ടിയെല്ലാം സാധാരണ പോലെ സസ്പെൻഷൻ വെച്ച് ഇറങ്ങിയത്. അതിന് വേറെ വ്യത്യാസങ്ങളോ അതിനൊന്നും ഇല്ലായിരുന്നു, സസ്പെൻഷൻ മാത്രം വ്യത്യാസം. ഡീസൽ എഞ്ചിൻ BMC ആദ്യം ഇറക്കി. അത് കഴിഞ്ഞ് 97-ൽ ഇവർ HM+ എന്ന് പറഞ്ഞൊരു എഞ്ചിൻ ഇറക്കിയായിരുന്നു. അത് വലിയ കാര്യമായിട്ട് ഓടിയില്ല വണ്ടി. എന്നുവെച്ചാൽ ആദ്യം അതിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, HM+. അത് കഴിഞ്ഞ് പിന്നെ സ്ട്രൈഡ് എഞ്ചിൻ ഇറക്കി. ഗിയർ ബോക്സിനും വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ട്രൈഡിൻ്റെ ഗിയർ ബോക്സിന് ഇച്ചിരി ഷേപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു, വേറെ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. അതുപോലെ പിന്നെ ഇസൂസു എഞ്ചിനും ഗിയർ ബോക്സ് ഇറങ്ങി. 99-ൽ ഇസൂസു ആദ്യം ഇറക്കിയിട്ടുണ്ട് അവർ. അതിന് ശേഷം അതിന് മുമ്പ് ഇസൂസുവിൻ്റെ പെട്രോൾ എഞ്ചിൻ ഇറക്കിയായിരുന്നു. പെട്രോൾ എഞ്ചിന് മൈലേജ് ഇല്ലാത്തതുകൊണ്ട് അത് നിന്നുപോയി. ആ 10 കിലോമീറ്റർ കസ്റ്റ് കിട്ടുമായിരുന്നു. അതേസമയം ഇസൂസുവിൻ്റെ 17-18 കിലോമീറ്റർ കിട്ടുമായിരുന്നു. ഇസൂസിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എഞ്ചിനകത്ത് ഈ ബോണറ്റ് പൊക്കിയപ്പോൾ ഒന്നും കൈയിടാൻ പറ്റില്ല, ഒരു സൗകര്യങ്ങളും ഇല്ല. അതിനകത്ത് മുഴുവൻ ഫിറ്റായിട്ട് എഞ്ചിൻ ഇരിക്കുക. അതുപോലെ AC ഒക്കെ വെച്ച വണ്ടി അങ്ങനെ ഇസൂസുവാണ് ആദ്യം ഇറക്കിയത്. ഇസൂസു ആദ്യം ഇറങ്ങിയത് പെട്രോൾ എഞ്ചിൻ്റെ 4 ഗിയറായിരുന്നു, 4 ഗിയറിൻ്റെ ആയിരുന്നു. പിന്നെ അത് കാർബറേറ്ററായിരുന്നു. അത് കഴിഞ്ഞ് MB-FI എഞ്ചിൻ ഇറങ്ങി. ഇവർ ഈ കോണ്ടസ ഇടയ്ക്ക് ഇറക്കിയായിരുന്നു. ആ കോണ്ടസയ്ക്കാണ് പിന്നെ ഇസൂസിൻ്റെ ഡീസൽ എഞ്ചിൻ 5 ഗിയർ എഞ്ചിൻ ഇറക്കിയത്. അത് കഴിഞ്ഞാണ് അംബാസഡർ ഇറക്കിയത്. ഇത് 2004 മോഡൽ ഒരു അംബാസഡർ ക്ലാസിക്കാണ്. മറ്റേ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാർക്ക് ലൈറ്റ്, ഈ അടിയിലത്തെ ഇൻഡിക്കേറ്റർ ലൈറ്റ് മാറ്റി. അതുപോലെ പാർക്ക് ലൈറ്റ് ഇതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്തേക്കണം. അതുപോലെ ഇതിൻ്റെ മോണോഗ്രാമും വ്യത്യാസമുണ്ട്, HM എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് മിററുണ്ട്. പിന്നെ വേറെ എൻജിൻ ക്ലാസിക് ഇതിൻ്റെ സ്ട്രൈഡ് എഞ്ചിനാണ്. പിന്നെ ഇതുകൂടാതെ ഇവർ തന്നെ BMC ഇസൂസു എഞ്ചിൻ ഇറക്കിയിട്ടുണ്ട്. ഇസൂസു എഞ്ചിൻ ഇറക്കിയിട്ടെങ്കിൽ അധികവും ഗ്രാൻഡിനാണ് ഇറക്കിയേക്കണേ. ഈ പഴയ മോഡൽ വണ്ടിയിലും ഇതിലും ഇറക്കിയിട്ടുണ്ട്. പിന്നെ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പിന്നെ സൈഡിൽ ഈ 2 ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഈ ഗ്രാൻഡിന് ഇവിടെ ആണ് ഇൻഡിക്കേറ്റർ കൊടുത്തേക്കണേ, ഈ സൈഡിൽ എവിടെയാണ് കൊടുത്തേക്കണേ. പിന്നെ ഗ്രാൻഡിന് ബാക്കിലെ ലൈറ്റ് വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ നിലവിൽ ബെഞ്ച് സീറ്റാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഇതിൻ്റെ ബക്കറ്റ് സീറ്റ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഇത് 4 സ്പീഡ് ഗിയർ ബോക്സാണ്. പിന്നെ 5S എന്ന് പറഞ്ഞൊരു ഗിയർ ബോക്സ് ഇറക്കിയിട്ടുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ഇറക്കിയിട്ടുണ്ട്. അത് ഇത് കഴിഞ്ഞുള്ള മോഡലിനെ ഇറക്കിയേക്കണം. സൈഡ് എഞ്ചിന് കൂടുതൽ മൈലേജ് കിട്ടും. അത് ടാക്സികൾക്ക് വേണ്ടി മാത്രം ഇറക്കിയേക്കുന്ന വണ്ടികളാണ്. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സിന് കുറച്ചുകൂടെ മൈലേജ് കൂടുതൽ കിട്ടും. ഇതിപ്പോൾ 4 സ്പീഡ് ആയതുകൊണ്ട് നമുക്കൊരു എരപ്പ് പോലെ തോന്നും, എന്നാലും മൈലേജ് ഉണ്ട്. 5 സ്പീഡ് ആകുമ്പോൾ ഇച്ചിലൂടെ മൈലേജ് കൂടുതൽ കിട്ടും. അതിന് ശേഷമാണ് അംബാസഡർ ഗ്രാൻഡ് ഇറങ്ങണേ. ഗ്രാൻഡ് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ ബമ്പറും ബാക്കിലെ ബമ്പറും
ഫൈബറായിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ ഇസൂസു എൻജിൻ, പവർ സ്റ്റിയറിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC ഇതെല്ലാം കൂടെ കൂടിയാണ് ഗ്രാൻഡ് ഇറങ്ങുന്നത്. എല്ലാ വണ്ടിക്കും ഇല്ല, ചില വണ്ടികൾക്ക് ആദ്യം ഇറങ്ങിയ വണ്ടികൾക്ക് ഇല്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പവർ സ്റ്റിയറിങ്ങും പവർ വിൻഡോയും സെൻട്രൽ ലോക്ക് ഇറങ്ങി. അതുപോലെ ബക്കറ്റ് സീറ്റ് ഇറങ്ങി. പിന്നെ ബക്കറ്റ് സീറ്റ് ഇറങ്ങി. പിന്നെ വേറെ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. എൻജിൻ ഇസൂസു എൻജിൻ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ചില വണ്ടികൾക്ക് സൺറൂഫ് ഉണ്ടായിരുന്നു, ചില വണ്ടികൾക്ക് മാത്രം. അത് കൃത്യമായിട്ട് അധികം വണ്ടിക്ക് ഇറങ്ങിയില്ല. നമ്മുടെ ഇവിടെ ഒരാളുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി അതിന് ഇതായിരുന്നു, ഈ സൺറൂഫ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അംബാസഡർകാർ അവിഗോ എന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കി. അതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മുടെ ഈ ചെരിഞ്ഞൊരു സൈസ് ഹെഡ്ലൈറ്റ് ആയിരുന്നു. അതുപോലെ ബോണറ്റ്, പരന്ന ബോണറ്റ്, അതുപോലെ എംബ്ലം A എന്ന് എഴുതിയ എംബ്ലമായിരുന്നു. ബാക്കിലെ ലൈറ്റിനും വ്യത്യാസമുണ്ട്. പിന്നെ അകത്തെ മീറ്ററുകളും പുതിയ മോഡൽ വണ്ടികളുടെ സൈസ് മീറ്ററായിരുന്നു. കുറേ വണ്ടി ഇറങ്ങിയുള്ളൂ, പക്ഷേ അതിന് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു വണ്ടി, പാർട്സിനൊക്കെ വില കൂടുതലായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് ഇടയ്ക്ക് നിർത്തിയായിരുന്നു. പിന്നെ അംബാസഡർ അവരിടയ്ക്ക് 2014 നിർത്തി. ഇപ്പോഴും പുതിയത് ഇറങ്ങണമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനെപ്പറ്റി ഒരു വിവരമില്ല. അംബാസഡർ ഉള്ളിടത്തോളം കാലം അംബാസഡർ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പുതിയതിറങ്ങിയാൽ ഒരെണ്ണം എടുക്കണമെന്നുണ്ട്. എപ്പോൾ ഇറങ്ങുമെന്നുള്ളതിനെപ്പറ്റി യാതൊരു പിടിയില്ല. മത്തായി ചേട്ടനെ പോലെ അംബാസഡറിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന അനേകായിരങ്ങളുണ്ട്. പ്യൂഷോ മോട്ടോഴ്സ് അംബാസഡറിൻ്റെ പുതിയ പതിപ്പുമായി ഉടൻ തന്നെ ഇന്ത്യൻ വിപണിയിലെത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്ന് പറഞ്ഞാൽ അംബാസഡർ നമുക്ക് ഏറ്റവും ആദ്യമായിട്ടിവിടെ കൊണ്ടുവന്ന നമ്മുടെ ഇതേ മത്തായി ചേട്ടനുണ്ട് കോറപ്പള്ളിയിലെ. പുള്ളി ഒരു അംബാസഡറുകാരനായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിൻ്റെ പേര് വീലോസിറ്റി, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.